ഹലോ ഓൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു സമൂസേൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നോമ്പൊക്കെ അല്ലേ വരാൻ പോകുന്നത്. കുറച്ചധികം സമൂസ ആക്കിയിട്ട് ഞാനിന്ന് ഫ്രോസൺ ചെയ്തിട്ട് വെക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് അധികം മസാലക്ക് വേണ്ടിയിട്ടാണ് അധികം ഉള്ളി എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചധികം ഉണ്ടാകുമ്പോൾ ഇതേപോലെ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ടാണ് എണ്ണയെടുക്കൽ. ഇത് നമുക്ക് നല്ല ഉപകാരമാണ് ഇങ്ങനത്തെ ഒരു ഫുഡ് പ്രോസസ്സർ ഉണ്ടാകുന്നത്. എനിക്ക് ഈ ഒരു ബ്ലേഡ് വറവിനും വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ കട്ട് ചെയ്യാനും പിന്നെ ഉള്ളിക്ക് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യാനും ഈ ഒരു ബ്ലേഡിൽ തന്നെയാണ് ഉണ്ടാകൽ. അപ്പോൾ നല്ലൊരു ഉപകാരമാണ് കേട്ടോ ഇത്. അപ്പോൾ ചിക്കൻ ഞാനൊന്ന് ഉപ്പും മുളക് ഇട്ടിട്ട് ഒന്ന് പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേറൊരു പാനിലേക്ക് പിന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചധികം ഉള്ളിയുണ്ട്. ഞാൻ പിന്നെ ഈ അധികം ഉള്ളി ഉണ്ടാകുമ്പോൾ കുറച്ച് ഒന്ന് മാറ്റി വെക്കലാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ഒന്നിച്ച് ഇങ്ങനെ മുറിക്കുമ്പം തന്നെ കുറച്ച് അധികം എടുത്തിട്ട് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. എന്നാൽ പിന്നെ നമുക്ക് 1-2 ദിവസം കറിക്ക് അത് മതി. എന്നിട്ട് ഇതാ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നത്. പച്ചമണം മാറുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അടപ്പോടെ അടച്ചു കൊടുക്കാം. അപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാല, 1 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഉള്ളിനേക്കാളും വേണ്ടത് ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനൊന്ന് പൊരിച്ചതൊന്ന് ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ സമൂസ ടേസ്റ്റ് കുറവേക്കും ഉള്ളി അധികം ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ ചിക്കന് അധികം നമ്മൾ ഉള്ളിനേക്കാൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ഈ ഒരു മാവിനായിട്ട് ഒരു 3 ഗ്ലാസ് പിന്നെ മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്തിട്ട് സാധാരണ പച്ചവെള്ളം തന്നെയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോൾ നോക്കേണ്ടത് ലൂസാകാണ്ട് നല്ല കട്ടിയില്ലത് വേണം. നമ്മൾ ഈ ഒരു സമൂസ മേക്കറിലാണ് ഇതും തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല കട്ടി വേണം ഈ ഒരു മാവ് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ല കട്ടിയിൽ ഞാനൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ലൂസായി കഴിഞ്ഞാൽ പരത്താൻ പണിയേക്കും. ഇനി ഇതാ നമ്മുടെ സമൂസ മേക്കറിൽ വെച്ചിട്ട് ആ ഒരു മാവ് പിന്നെ നമ്മുടെ അളവ് നോക്കാൻ മാവ് സമൂസ മേക്കറിനെക്കാട്ടി കുറച്ചധികം പുറത്തേക്ക് വരണം. എന്നാലേ നമുക്ക് ഒരു കറക്റ്റ് അളവ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊന്ന് ഓരോ കുഴിയിലേക്കും ഇതേപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു കുഴി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇതാ പിന്നെ ഓരോ ചെറിയ ഉരുളകളാക്കിയിട്ട് ഈ കുഴിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അടിയാളം കാണുന്നില്ലേ, ആ അടിയാളത്തിൽ മസാല വരാത്ത രീതിയിൽ വേണം നോക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ഇത് കട്ട് ചെയ്യുന്ന സമയം കുറച്ച് പണിയേക്കും. ഇതാ വേറൊന്നും കൂടി ഇതേപോലെ പരത്തിയെടുക്കുക. എന്നിട്ടൊന്ന് കൈയോടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അതിൻ്റെ മുകളിലൊന്ന് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയാളത്തിൽ ഇങ്ങനെ മുറിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ 24 സമൂസ ആകും. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ലൂസാകാണ്ട് കട്ടിയിൽ വേണേ ഇത് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഇതേപോലെ നമുക്ക് അടർത്തിയെടുക്കാം. അപ്പോൾ 2 ട്രിപ്പിൽ തന്നെ കുറച്ചധികം സമൂസ നമുക്ക് ആക്കിയിട്ടെടുക്കാം. പിന്നെ അപ്പോൾ ഞാനൊരു ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓവണിൽ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഓവൺ ഇല്ലാത്ത ആൾക്ക് ഓടോ ഫ്രൈ പാനോ വെച്ചിട്ടൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. എല്ലാം ഒരു ട്രിപ്പിൽ തന്നെ പോയി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സമൂസ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ചൂടൊക്കെ മാറിയ ശേഷം ഇതേപോലെ കണ്ടെയ്നറിലിട്ടിട്ട് നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നോമ്പിനൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സമൂസ മേക്കറും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.